ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം, കുറച്ച് ദിവസമായിട്ട് കുറേ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മുഖത്തുണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ഒരു ബ്യൂട്ടി ക്ലിനിക്കിനെ സമീപിക്കുന്നു. അപ്പോൾ അവിടുത്തെ സേവനം അവർക്ക് വളരെ മോശമായി തോന്നുന്നു. പിന്നീട് അവർ അവിടുന്ന് പോരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബില്ല്, അവർ അതുവരെ ട്രീറ്റ് ചെയ്ത ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നില്ല. അതിനുശേഷം അതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂ നടക്കുന്നു. അങ്ങനെ അത് പോലീസ് കേസാവുന്നു. ഇങ്ങനെയായിരുന്നു ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കല്യാണി രംഗത്ത് വന്നിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കല്യാണി പറയുന്ന കാര്യങ്ങൾ, ഈ ക്ലിനിക്ക് പറയുന്നത് അവിടെ അവർ ചെന്നിട്ട് ബഹളം വെച്ചു, കല്യാണി ഹസ്ബൻഡും ചെന്നിട്ട് വളരെ മോശമായി പെരുമാറി ബഹളം വെച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കല്യാണി അതിന് കൊടുത്ത ഒരു വിശദീകരണ വീഡിയോയിൽ കല്യാണി ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. കല്യാണി ഹസ്ബൻഡും അവിടെ പോയിട്ട് മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. അതിൽ ഇവർ വളരെ മാന്യമായിട്ടാണ് ഈ ക്ലിനിക്കിലുള്ളവരോട് പെരുമാറുന്നത്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ബില്ല് തരൂ, അല്ലെങ്കിൽ ഈ ചികിത്സിച്ചതിന്റെ ഹിസ്റ്ററി തരൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ക്ലിനിക്കിലുള്ള സ്റ്റാഫ് അതിന് തയ്യാറാവുന്നില്ല. അവർ പറയുന്നുണ്ട്, നിങ്ങൾ നിയമപരമായിട്ട് പോകും എന്നല്ലേ മാഡം പറഞ്ഞത്, ഞങ്ങളോട് ACP സാറും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ നിയമപരമായിട്ട് പോകും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതിന്റെ വഴിയെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതിൽ കല്യാണിയും ഹസ്ബൻഡും വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഈ വീഡിയോ കല്യാണിയാണ് പുറത്തുവിട്ടത്. ഇതിന് ശേഷമാണ് ഞാൻ ഈ ബിയോണ്ട് ദ സീൻ ബൈ അക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ കാണുന്നത്. അപ്പൊ ആ ചാനലില് ഇതില് ക്ലിനിക്കിന്റെ ഒരു വേർഷൻ കാണിക്കുന്നുണ്ട്. ക്ലിനിക്കിന്റെ ഓണർ സംസാരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതില് അവര് പറയുന്ന ഒരു കാര്യം, കല്യാണി ഹസ്ബൻഡും ഈ ഒരു വിഷയം നടക്കുന്ന കേസ് കൊടുത്ത ആ ദിവസത്തിന്റെ തലേ ദിവസം ഈ ക്ലിനിക്കിൽ ചെന്നിരുന്നു. ആ സമയത്ത് അവിടെ ആ ഓണർ ഉണ്ടായിരുന്നു. അവരോട് വളരെ മോശമായിട്ടാണ് ഇവർ രണ്ടുപേരും പെരുമാറിയത്. കല്യാണിയുടെ ഹസ്ബൻഡ്, പ്രത്യേകിച്ച് കല്യാണിയുടെ ഹസ്ബൻഡ് പെരുമാറിയത്, കല്യാണിയുടെ ഹസ്ബൻഡ് അവര് പോലീസാണ് എന്നാണ് അവരോട് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു MVD ആണ്, വെഹിക്കിൾ ഇൻസ്പെക്ടറോ എന്തോ ആണ്. അപ്പോൾ അവര് തെറ്റായിട്ടാണ് പറഞ്ഞത്. അതൊക്കെ അതിന് അല്ലാതെ ഒരു ഗവൺമെന്റ് സർവന്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ബഹളം വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള അലിഗേഷനൊക്കെ പറയുന്നുണ്ട്. ഈ കല്യാണി കേസ് കൊടുത്തു, അല്ലെങ്കിൽ കല്യാണി അവിടെ പോയി മാന്യമായി സംസാരിച്ചു, അതിനുശേഷം കേസ് കൊടുത്തു എന്ന് പറയുന്നതിന്റെ തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആ ദിവസം അവർക്ക് ദുബായിൽ പോകേണ്ടതായിരുന്നു. അവർ പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ 1-ാം തീയതി ഈ കല്യാണി അവിടെ പോയി മാന്യമായി സംസാരിച്ച ദിവസം അതിന്റെ ഓണർ അവിടെ ഇല്ല, അവിടുത്തെ സ്റ്റാഫുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ബഹളം വെക്കുന്നു. പിറ്റേ ദിവസം ഈ 1-ാം തീയതി അവരവിടെ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സ്റ്റാഫിനോട് സംസാരിക്കുന്നു. തലേ ദിവസം ഈ ഓണറോട് സംസാരിച്ച സമയത്ത് കല്യാണിയുടെ ഹസ്ബൻഡ് വളരെ മോശമായിട്ട് കൈ ചൂണ്ടി സംസാരിക്കുക, നാവ് പുറത്തേക്കിട്ട് നിന്നെ കാണിച്ചു തരാന്നുള്ള ഭാവത്തിൽ എന്തോ പറയുക, അങ്ങനെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പിറ്റേ ദിവസം അവർ പോയിട്ട് അവിടെ സ്റ്റാഫിനോടൊക്കെ വളരെ ബഹളം വെച്ച് സംസാരിക്കുകയും ഇതേപോലെ തന്നെ പെരുമാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് ഈ കല്യാണിയുടെ ഭാഗത്തുനിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ക്ലിനിക്കിലുള്ള ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ സ്ഥലത്തെത്തുകയും ഈ കല്യാണി ഹസ്ബൻഡിനെയും ആ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പുറത്താക്കുന്നതിന്റെ CCTV വിഷ്വൽസ് ഇവര് പുറത്തു വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് വളരെ വലുതായിട്ട് ഇങ്ങനെ പുറത്താക്കുന്ന, വലിയ ബഹളം വെക്കുന്ന സീന് അതൊന്നുമില്ല. അവിടെ പോലീസ് വന്നു എന്നുള്ള ഒരു വിഷ്വൽ അവരവിടെ കാണിക്കുന്നുണ്ട്. ഈ പോലീസ് വന്ന് ഇവരെ പുറത്താക്കിയതിന് ശേഷം പോലീസ് ആ സ്ഥലത്ത് നിന്ന് പോയത് വരെ കല്യാണി ഹസ്ബൻഡും അവിടെ എവിടെയോ കാത്തു നിന്നു എന്നും, പോലീസ് പോയി എന്ന് പൂർണ്ണമായും ഉറപ്പായ ശേഷം അവർ വീണ്ടും ക്ലിനിക്കിൽ വന്നിട്ട് വളരെ മാന്യമായിട്ട് ഈ പേപ്പർ തരൂ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വീണ്ടും ചോദിച്ച് മാന്യമായി പെരുമാറി മാന്യമായിട്ട് ഇറങ്ങിപ്പോയി. അത് അവർ ഷൂട്ട് ചെയ്ത വിഷ്വലാണ് കല്യാണിയുടെ ചാനലിലൂടെ പുറത്തു വിട്ടതെന്നാണ് ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. അവർ ആ പോലീസ് അവിടെ വന്ന കാര്യം ആ ഒരു CCTV ദൃശ്യവും കാണിക്കുന്നുണ്ട്. സ്ഥലത്തിൽ കല്യാണി വന്നിട്ട് ഇത്രയും വിശദീകരണം പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും പോലീസ് അവിടെ വന്നു എന്നുള്ള കാര്യം പറയുന്നില്ല. വളരെ നിസ്സാരമായി ഞങ്ങൾ അവിടെ പോയി, ഞങ്ങളവിടെ ബഹളം വെച്ചു എന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ അവിടെ ഒരു ബഹളവും വെച്ചിട്ടില്ല, മാന്യമായിട്ടാണ് പെരുമാറിയതെന്ന് പറഞ്ഞിട്ട് കല്യാണി കാണിച്ച വിഷ്വല്. എന്നാൽ കല്യാണി ഒറ്റ തവണ പോലും അവിടെ എന്ത് വിഷയം ഉണ്ടായി, ഞങ്ങൾ മാന്യമായി പെരുമാറിയിട്ടും അവിടെ പോലീസ് വന്നു എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, അതിനുശേഷമാണ് ഈ ക്ലിനിക്ക് പരാതി കൊടുത്തത് എന്നാണ് കല്യാണി പറഞ്ഞിട്ടുള്ളത്. ഇത് അവർ പറയുന്ന വളരെ വലിയൊരു അലിഗേഷനാണ്. പിന്നെ അവര് ഇതിനെ സംബന്ധമായി പറയുന്ന കാര്യങ്ങൾ കല്യാണി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കല്യാണി പറയുന്നത് കല്യാണിക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു
ഒരു മുഖത്തെ പാട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥാപനം സന്ദർശിച്ചിട്ടുള്ളത്, ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയതെന്നാണ് ഈ സ്ഥാപനം പറയുന്നത്. കല്യാണി വളരെ മോശമായുള്ള എന്തൊക്കെയോ ക്രീമുകൾ ഉപയോഗിച്ച്, സ്റ്റിറോയിഡുള്ള ക്രീമുകൾ ഉപയോഗിച്ച് മുഖം വളരെ മോശമായ അവസ്ഥയിലായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണ് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ വിശദമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും കല്യാണി അവിടുന്ന് ഗ്ലൂട്ടാത്തിയോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെറും ഒരു സൗന്ദര്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കല്യാണി അവിടെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് അവര് പറയുന്ന ഒരു വെർഷൻ. പിന്നെ അവര് പറയുന്നത് കല്യാണി കൊളാബ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരിക്കൽ കൊളാബ് ചോദിച്ചു എന്ന് സ്റ്റാഫ് മുൻപ് പറയുന്ന ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നത് കല്യാണി ലാസ്റ്റ് അവിടെ പോയി ബഹളം വെച്ച ദിവസം, ഓണറോട് ബഹളം വെച്ച ദിവസം അവർ കൊളാബ് ചോദിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കല്യാണി വേറെ ഏതോ ഒരു ക്ലിനിക്കിനെ അപ്രോച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ക്ലിനിക്ക് കല്യാണിയെ അപ്രോച്ച് ചെയ്തിരുന്നു. ആ ക്ലിനിക്ക് കല്യാണിക്ക് കൊളാബ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കില് കല്യാണി തുടരണമെങ്കിൽ കല്യാണിക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇനി അവിടെ തുടരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പുതിയ ക്ലിനിക്കിലേക്ക് പോവും. ആ ക്ലിനിക്കിലേക്ക് പോകുന്നതിനാണ് എനിക്ക് ഈ പേപ്പറുകൾ വേണ്ടത് എന്നാണ് കല്യാണി പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇത് അവർ വെറും ഒരു അലിഗേഷൻ ആയിട്ടാണ് പറയുന്നതെങ്കിലും അവരിത് തെളിവ് വെച്ചാൽ തന്നെ ഇതിൽ കാര്യമുള്ളൂ എന്നുള്ളതാണ് അവരതിന് കാര്യമായിട്ട് പറയുന്നത്. അവിടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഇപ്പോൾ ഈ പറഞ്ഞ ക്ലിനിക്കിൽ കല്യാണിക്ക് ഫ്രീ കൊളാബ് കൊടുക്കാന്ന് പറഞ്ഞ ആ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന് തെളിവുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതും ക്ലിനിക്ക് തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. ഇതിൽ കുറേ കല്യാണിക്ക് ഒരു പക്ഷേ കുറേ വിഷമങ്ങൾ ഉണ്ടായിരിക്കാനും അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലായിരിക്കും. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ക്ലിനിക്കിന്റെ വേർഷൻ കേൾക്കുമ്പോൾ തോന്നുന്നത്. പിന്നെ കല്യാണി പറയുന്ന ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം, അത് ശരിക്കും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ബില്ല് കൊടുത്തിട്ടില്ല, കൊടുത്തു എന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് തെളിയിക്കാവുന്ന കാര്യം ആണ്. കാരണം കല്യാണിയുടെ ഗൂഗിൾ പേയിൽ നിന്നാണ് അവരുടെ ഫുൾ പേയ്മെന്റ് പോയിട്ടുള്ളത്. അത് കല്യാണിയുടെ ഹസ്ബൻഡ് ബാങ്കിൽ പോയി എടുത്തു, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു എമൗണ്ട് ആണ്. അതിന്റെ പകുതി എമൗണ്ട് ഇവർ ബില്ലായിട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് ഈ ക്ലിനിക്കിന്റെ വിശദീകരണം എന്താണെന്ന് അറിയില്ല. അവർ പറയുന്നത് അല്ല, ഞങ്ങൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രയാണെന്നും വ്യക്തമായിട്ട് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിന് ഒരു വലിയ തുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഈ കല്യാണി പറയുന്ന വ്യക്തി ചെലവാക്കിയിട്ടുള്ളതെന്നാണ്. ചെറിയൊരു തുകയൊന്നുമല്ല, 6 അക്ക സംഖ്യ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ. 6 അക്ക സംഖ്യയിൽ വലിയൊരു തുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് 10 ലക്ഷം വരെയുള്ള ഏതൊരു തുകയാവാൻ ഉള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു തുക മുടക്കിയിട്ട് അവരൊരു ബ്യൂട്ടി ക്ലിനിക്കിലാണ് പോയിട്ടുള്ളത്. നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ കണ്ട് അസുഖങ്ങൾ എങ്ങനെ ചികിത്സിക്കും എന്നോർത്ത് വിഷമിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ ഇടയിലുണ്ട്. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്ന മനുഷ്യന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോഴാണ് ഇവരൊക്കെ ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് മുഖത്തൊരു പാട് വരുന്നു, അപ്പൊ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കല്യാണി തന്നെ പ്രൂവ് ചെയ്യേണ്ടത്, കല്യാണി പറഞ്ഞ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കല്യാണി തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഈ ക്ലിനിക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിനിക്കും പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇത് നിയമപരമായിട്ട് പോകുന്ന കാര്യമല്ലേ, ഇനി ഇത് അവര് നിയമപരമായി തീർത്തോളും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് നമ്മളുടെ ഇടയ്ക്ക് ഇട്ട് തന്നിടുന്നുള്ളതാണ്. അപ്പോൾ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ അവരുടെ ആരാധകര് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പോഴും അവർ ഒരുപാട് പേര് പോയിട്ട് കല്യാണി ചേച്ചി കരയല്ലേ, കല്യാണി ചേച്ചി വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവരൊന്നും ഇതിന്റെ സത്യാവസ്ഥ മനഃപൂർവ്വം അത് അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്ന പോലെ, എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവരുടെ ഭാഗത്ത് കള്ളമുണ്ട് അങ്ങനെ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരിപ്പോഴും അങ്ങനെ വളരെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാനുള്ളൂ. ഇതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഇവർ ഈ പറയുന്നതിലല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ഈ കല്യാണിയുടെ ഹസ്ബൻഡ് അവിടെ പോലീസാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അത് അവർ വെറുതെ പറഞ്ഞ അലിഗേഷൻ ആണോ എന്നറിയില്ല. അത് സത്യത്തിൽ പറഞ്ഞതാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ പദവി, ഒരു ഗവൺമെന്റ് ജോബിലിരിക്കുന്ന ഒരാൾ ആ പദവി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നേ പറയാനുള്ളൂ. പിന്നെ അവർ വളരെ മോശമായിട്ട് അവിടെ പോയി പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വൈഫിന് വേണ്ടിയിട്ട് അവരെ സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ അവിടെ പോയി സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവർ വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിച്ചു, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നല്ല, ഏതൊരു മനുഷ്യനും മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സമൂഹത്തിൽ വന്നിട്ട് ആരോടെങ്കിലും തെറിവാക്കുകൾ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ അവർ തന്നെ ഫേസ് ചെയ്ത്, നമ്മൾക്കൊക്കെ ഇരുന്നിങ്ങനെ തോന്നിയ പോലെ അഭിപ്രായം പറയാമെന്നല്ലാതെ, എല്ലാവർക്കും കമന്റ് ഇട്ട് അഭിപ്രായം പറയാമെന്നല്ലാതെ ഇത് ഫേസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കല്യാണി ഈ പറയുന്ന ക്ലിനിക്കും തന്നെയാണ്. അതവര് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ
പോലീസ് അവിടെ വന്നോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ് വന്നത്, ഇപ്പൊ ഈ പോലീസ് വന്നു എന്നൊക്കെയുള്ള കമന്റിന്റെ അടിയിൽ അതിന്റെ CCTV ഉണ്ടെങ്കിൽ കാണിക്കൂ, എന്താണ് വെറുതെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബഹളം വെച്ചതിന്റെ CCTV കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് വെറുതെ സമാധാനപരമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ പോലീസ് വരില്ല. ഒരു വ്യക്തി ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് അവിടെ വരാനുള്ള സാധ്യതയുള്ളൂ. പോലീസ് അവിടെ വന്നു എന്നുള്ളൊരു കാര്യം കല്യാണി പറഞ്ഞിട്ടേ ഇല്ല. അതിൽ തന്നെ ഒരു കള്ളത്തരം ഉണ്ടെന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ കല്യാണിക്ക് പറയാം, ഞങ്ങൾ അവിടെ ചെന്ന് ഇത് ചോദിച്ചപ്പോഴേക്കും പോലീസ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിലെന്തോ ഒരു കള്ളത്തരം ഇല്ലേ എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.